ലൂക്കോസിന്റെ സുവിശേഷം. അവൻ യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിനൊരു കാട്ടുത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. ആമേൻ. മതി. നമ്മൾ 19 ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ തുടർഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പഠിച്ചു കഴിഞ്ഞു. സക്കായി എന്താണെന്നും സക്കായി എന്തിനു വേണ്ടിയാണ് കയറിയതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും സക്കായിക്ക് യേശുവിനെ കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ട് പോയി, വീട്ടിലോട്ട് പറഞ്ഞുകൊണ്ട് പോയ ഒരു കൊച്ചു തീമുണ്ടായിരുന്നു. എന്തായിരുന്നു? ആഗ്രഹമുള്ളവന് എല്ലാവരും പറഞ്ഞേ, ആഗ്രഹമുള്ളവന് വഴിയുണ്ട്, ആഗ്രഹമില്ലാത്തവന് വഴി ഇല്ല. ഒരു കൊച്ചാഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ആ ആഗ്രഹമുള്ളവന് വേണ്ടി ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. അപ്പം നമുക്ക് വേണ്ടത് ആഗ്രഹമാണ്. എന്തുകൊണ്ട് ഞാൻ ആഗ്രഹം ഉണ്ടാകണം എന്ന് പറഞ്ഞു? വായിക്കാം. 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. സങ്കീർത്തന പുസ്തകം 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് ഉണ്ടോ? അപ്പം ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആഗ്രഹമുണ്ടോ? ഒരു വഴിയുണ്ട്. ആഗ്രഹമില്ലാത്തവന് ഒന്നും കാണാൻ കഴിയത്തില്ല. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. അപ്പം ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിന് ഞാൻ 1-2 കാര്യം പറഞ്ഞു. സങ്കീർത്തനം 12:5 അത് മാത്രം വിട്ടാൽ മതി മോനെ. സങ്കീർത്തനം 12:5 എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും എന്ന് യഹോവ. അപ്പോൾ എളിയവരുടെ ദീർഘശ്വാസം നിമിത്തം ദൈവം എഴുന്നേൽക്കും. രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരെ, രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹമുള്ളവരെ ദൈവം അതിലാക്കും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് ദൈവം നമ്മെ ആക്കും. എന്നിട്ടാണ് നമ്മൾ 2-ാമത്തെ വാക്യം വായിച്ചത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം. വിശക്കുന്നവന് നന്മ കൊണ്ട്, അങ്ങനെയല്ലേ? വിശന്നിരിക്കുന്നവരെ നന്മകളാൽ. അപ്പോൾ ഒരു വിശപ്പുണ്ടാകണം നമുക്ക്. ആത്മീയമായ ഒരു വിശപ്പുണ്ടാകണം. നല്ലതിന് വേണ്ടി ഒരു വിശപ്പുണ്ടാകണം. നല്ലത് ചെയ്യാനൊരു വിശപ്പുണ്ടാകണം. കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഞാൻ ഒരു കാര്യം ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്ത് വന്നൊരു കാര്യം ഞാൻ പറയാം. ഈ ട്രെയിൻ ചെയ്യുക എന്ന് പറയും, ട്രെയിനിങ്ങിന് ഭയങ്കര ഇതാണ് ട്രെയിൻ ചെയ്യുക. ഓരോ കാര്യത്തിന് നമ്മൾ ട്രെയിൻ ആയിക്കഴിഞ്ഞാൽ, ട്രെയിൻ ചെയ്ത് അതിനകത്ത് പൂർണ്ണരായി കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്ക് കഴിയത്തില്ല. ആമേൻ. എന്തുകൊണ്ടാണ് മിലിറ്ററിക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്രയ്ക്കും ട്രെയിനിങ് കൊടുക്കുന്നതെന്നറിയാമോ? അവർ തരണം ചെയ്യാൻ പോകുന്ന പ്രതിസന്ധികൾ, ആമേൻ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നിലവാരത്തിലാണ്. അതിനെ അവർക്ക് ഓവർകം ചെയ്യണമെങ്കിൽ, അതിനെ ജയിക്കണമെങ്കിൽ ഒരു നല്ല ട്രെയിനിങ് അവർക്ക് എന്താണ് ആവശ്യമാണ്? നല്ലൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പം നല്ലൊരു ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തു വന്ന ഒരു മനുഷ്യനും പരാജയപ്പെടില്ല. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? ആഗ്രഹിച്ച് കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെയും നടുവിൽ തരണം ചെയ്ത് അതിനെ അതിജീവിച്ച ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്തും തകരാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഞാൻ പണ്ടൊരു പരാതി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ പരാതി എന്നാണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച തുടങ്ങിയ സമയത്ത് നമുക്ക് 7 ദിവസം മീറ്റിംഗ് ആയിരുന്നു. തിങ്കളാഴ്ച രാത്രി ഓൾനൈറ്റ്, ചൊവ്വാഴ്ച ഒരു കോട്ടേജ് മീറ്റിംഗ്, ബുധനാഴ്ച മറ്റൊരു കോട്ടേജ് മീറ്റിംഗ്, വ്യാഴാഴ്ച നമ്മുടെ ഓടത്തെ സാജൻ്റെ വീട്ടിലെ മീറ്റിംഗ്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചത്തെ മീറ്റിങ്ങിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ശനിയാഴ്ച വൈകിട്ട് തട്ടിൻ്റെ പൊക്കത്ത് കൂടി ഓൾനൈറ്റ്. 7 ദിവസവും മീറ്റിംഗ്. അന്ന് അസിസ്റ്റൻ്റ് പാസ്റ്റർമാരാരുമില്ല, കൂടെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. ഷാജൻ പാസ്റ്റർ അവരൊക്കെ പാസ്റ്റർമാരായി വരുന്ന കാലഘട്ടം. അപ്പോൾ മീറ്റിംഗ് ലീഡ് ചെയ്യണം, പ്രാർത്ഥിച്ചു തുടങ്ങണം. മീറ്റിംഗ് ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യണം, പിന്നെ പ്രസംഗിക്കണം. അപ്പം ലീഡ് ചെയ്യാൻ ആരുമില്ല, പാട്ടുപാടാൻ ആരുമില്ല. സിന്ധുവാണ് എൻ്റെ കൂടെ അന്യഭാഷയിൽ എന്നെ സഹായിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, പാട്ടുപാടണം, ശുശ്രൂഷിക്കണം, ആശീർവാദം പറയണം. ഇതുവരെ ഇതാണ് 7 ദിവസം ഇതേ മീറ്റിംഗാണ്. വീടുകളിലെ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ ആരാധിച്ച് തൊണ്ട പൊട്ടി ഷർട്ടെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം. അപ്പോൾ ഞാൻ ദൈവത്തോട്, കർത്താവേ, ഇതാർക്കും ഇല്ലാത്തൊരു കുരിശാണ്. 7 ദിവസവും മീറ്റിംഗ്, ഇതങ്ങ് മടുത്തു പോയി. പക്ഷേ എന്താ പറ്റിയെന്നറിയാമോ? പല സ്ഥലത്തും ഗൾഫിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ
ആമേൻ. ഞാൻ 7 ദിവസം കൊണ്ട് 36 പ്രസംഗം പ്രസംഗിച്ചു. 7 ദിവസം കൊണ്ട് 36 പ്രസംഗം പ്രസംഗിച്ചിട്ടും ആമേൻ അടുത്ത പ്രസംഗത്തിന് പോകാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ എന്നെ കൊണ്ടു നടക്കുന്നൊരു മനുഷ്യനുണ്ട്. ഒരു ദിവസം 5 പ്രസംഗം വരെ ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അല്ല പാസ്റ്റേ, ഇവിടെ വരുന്നവരൊക്കെ 2 പ്രസംഗം രാവിലെയും വൈകിട്ട് 2 പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പോക്കാം, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കത്തില്ല. ഈ പാസ്റ്റ് ഇപ്പം 35ാമത്തെ പ്രസംഗമാണ്, ഇതെന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ച ഫുഡ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, പകരം എനിക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? എനിക്കൊരു ട്രെയിനിങ് കിട്ടി. എന്നെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. 7 ദിവസം പ്രസംഗിപ്പിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചു. 7 ദിവസവും പാട്ട് പാടി വർഷിപ്പ് ചെയ്ത് എന്നെ ദൈവം പഠിപ്പിച്ചു. 7 ദിവസവും കോട്ടേജ് മീറ്റിങ്ങിൽ പ്രസംഗിപ്പിച്ച് എന്നെ ദൈവം പഠിപ്പിച്ചു. അന്ന് എനിക്ക് പരാതി ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. പക്ഷേ ആ പരാതി തീർത്തത് എങ്ങനെയാണെന്നറിയാമോ? അടുത്ത ചില സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ തളരാതെ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇന്ന് പകലും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ആമൻ, ഇവിടെ നിന്ന് വൈകിട്ട് വരെ നിങ്ങൾ ഇരിക്കാമെങ്കിൽ വൈകിട്ട് വരെ ഞാൻ ആത്മാവിൽ പ്രസംഗിക്കാം. എനിക്ക് ക്ഷീണമില്ല, എനിക്ക് മടുപ്പില്ല. കാരണം ആമൻ എൻ്റെ കഴിവ് കൊണ്ടല്ല, പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. ആഗ്രഹമുള്ളവന് ദൈവം ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരും. ആഗ്രഹമുണ്ടോ? ദൈവം നിന്നെ ഒരു നല്ല യോദ്ധാവാക്കി ദൈവം ട്രെയിൻ ചെയ്യും. അവിടെ മടുത്ത് പോകരുത്. അവിടെ പ്രതികൂലമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. എവിടെയും ഏത് സ്ഥാനത്തും ഓടി കയറാനുള്ള ഒരു ട്രെയിനിങ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. കരമുയർത്ത് നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, വിശക്കുന്നവരെ നന്മകളാൽ നിറക്കും. ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു വിശപ്പുണ്ടോ? ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഒരു വിശപ്പുണ്ടോ? ചിലത് ചെയ്യാൻ നിങ്ങൾക്കൊരു വിശപ്പുണ്ടോ? ആത്മാവിൽ ഞാൻ ദൂത പറയാ, ദൈവം നിന്നെ നന്മകളാൽ നിറക്കാം. ചിലർക്ക് ഒരു വിശപ്പുമില്ല. ആ വിശപ്പില്ലാത്തവൻ ഒരിക്കലും നന്മയാ നിറയത്തില്ല. ഇന്ന് പകൽ ദൈവത്തെ നോക്കി പറ, അപ്പച്ചാ എനിക്കൊരു വിശപ്പുണ്ട്, ഒരു നന്മ പ്രാപിപ്പാൻ എനിക്കൊരു വിശപ്പുണ്ട്. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ എൻ്റെ അകത്തൊരു വിശപ്പുണ്ട്. ആ വിശപ്പുള്ളവനെ കണ്ടാൽ അറിയാം. ആമേൻ. വിശപ്പുള്ളവനെ ആമേൻ കോടതി പോലും അനുകൂലമായി വെളിപ്പെടും. ആർക്ക്? വിശപ്പുള്ളവന് കോടതി പോലും അനുകൂലമായി വെളിപ്പെടും. നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലായോ? ഈ കഴിഞ്ഞ ദിവസം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു മഹാസംഭവം ഉണ്ടായി. നിങ്ങൾ വായിച്ചു കാണും, കണ്ടു കാണും. ആ സംഭവം ഇതാണ്. ഒരു കടയിൽ നിന്നും ഒരു മനുഷ്യൻ, ഒരു കൊച്ച് അല്ലേ, 15 വയസ്സ് താഴെയുള്ളൊരു കുട്ടി അവൻ കടയുടെ ചില്ലിനകത്തുനിന്ന് ഒരു ബ്രെഡ് മോഷ്ടിച്ച് അവൻ ഓടി നാട്ടുകാരെല്ലാം പിടിച്ച് അവനെ പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് അവനെ ജയിലിലടച്ചു. അത് അവസാനം അത് കോടതി വന്നതിന് ശേഷം മജിസ്ട്രേറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തിനു മോഷ്ടിച്ചു? അപ്പം പറഞ്ഞു, എനിക്ക് വിശന്നിട്ടാണ് മോഷ്ടിച്ചത്. ആർക്ക് വിശന്നു? എൻ്റെ അമ്മയ്ക്ക് വിശന്നു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ രോഗിയായി വീട്ടിൽ കിടക്കുന്നു. അവൻ നീ മോഷ്ടിക്കണ്ടായിരുന്നല്ലോ, നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ മോഷ്ടിച്ച ഇടം വരെ 6 സ്ഥലത്ത് ഞാൻ ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് വിശക്കുന്നു, എൻ്റെ അമ്മ രോഗിയാണ്, കിടപ്പ് രോഗിയാണ്. എനിക്കാകെ 12 വയസ്സിൽ താഴെ പ്രായമേ ഉള്ളൂ, എനിക്ക് ജോലിയെടുക്കാൻ പ്രായമായില്ല. എൻ്റെ അമ്മ വിശന്ന് മരിക്കാറായി കിടക്കുന്നു. പ്ലീസ് 2 ബ്രെഡ് മേടിക്കാൻ എനിക്ക് പണം തരണം. ഒരു മനുഷ്യൻ കൊടുത്തില്ല. അവൻ മോഷ്ടിക്കപ്പെട്ട കട വരെ 8 or 9 പേരോട് അവൻ ചോദിച്ചു, ഒരാൾ പോലും അവന് കൊടുത്തില്ല. അവസാനം ഈ ഒരു ബ്രെഡെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് മരിച്ചു പോകും എന്ന് മനസ്സിലാക്കിയ ആ കൊച്ചുമകൻ അപമാനമൊന്നും നോക്കിയില്ല. ചില്ലുകൂട്ടിനകത്തിരുന്ന ഒരു ബ്രെഡ് അവൻ എടുത്തുകൊണ്ട് ഓട്ടത്തിൽ നാട്ടുകാർ പിടിച്ചു. അവനെ കൊണ്ടുവന്ന് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസുകാർ 1-2 കൊടുത്തു. എന്നിട്ട് കോടതിയിൽ കൊണ്ടുവന്നു. അവൻ മജിസ്ട്രേറ്റ് ചോദിച്ചു, നീ എവിടെയെല്ലാം ചോദിച്ചു? ഇന്നാളോടെല്ലാം ചോദിച്ചു. ആ ചോദിച്ചവരെല്ലാം കോടതി വന്നു. നിങ്ങളോട് ഇവൻ ചോദിച്ചായിരുന്നു? ചോദിച്ചു. കൊടുത്തോ? കൊടുത്തില്ല. അവൻ കടക്കാരനോട് ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചോ? ചോദിച്ചു. കൊടുത്തില്ല. ആ മജിസ്ട്രേറ്റ് ചെയ്തത് എന്നാണെന്നറിയാമോ? താൻ എഴുന്നേറ്റ് നിന്നു തൻ്റെ പേഴ്സിനകത്തുനിന്ന് എത്രയോ ഡോളർ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ കോടതി നിൽക്കുന്ന സകല അഡ്വക്കേറ്റുമാരും സകല പോലീസുകാരും സകല ജോലിക്കാരും ഞാൻ വെച്ച അത്രയും ഡോളർ ഈ കോടതിയിൽ 5 മിനിറ്റിനകത്ത് കെട്ടിവെക്കണം. എന്തിനാണെന്നറിയാമോ? ഇവന് കൊടുക്കാനാണ്. ആമേൻ. ഇവൻ ഇത് മോഷ്ടിക്കാൻ കാരണം ഞാനാണ്.
ഈ നിൽക്കുന്നവരാണ് ഇവിടുത്തെ അഡ്വക്കേറ്റുമാരാണ്, ഇവിടുത്തെ ജോലിക്കാരാണ്. നമ്മളോട് ചോദിച്ച് അവൻ വിശന്നു വന്നു ചോദിച്ചിരുന്നെങ്കിൽ അവൻ കക്കത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? വിശപ്പുള്ളവന് കോടതി പോലും അനുകൂലമായി. സ്തോത്രം പറയാൻ പറ്റുമോ? വിശന്ന വയറുള്ളവന് കോടതി അനുകൂലമായി. അവൻ ചിലർക്ക് ഒരു വിശപ്പുമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇതുകൊണ്ടങ്ങ് തൃപ്തരായി മതി. ഇല്ല ദൈവ പൈതലേ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളോട് പറയുന്നു, നിനക്കൊരു വിശപ്പുണ്ടാകട്ടെ. ഞാൻ പറയുന്ന വിശപ്പ് ആമൻ ഈ വയറ് നിറയ്ക്കുന്ന വിശപ്പല്ല. ചിലതിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിനക്കൊരു വിശപ്പുണ്ടാകട്ടെ. ചിലതിന് വേണ്ടി ആമൻ ചെയ്യുവാൻ, ഓടുവാൻ, ഉയരുവാൻ നിനക്കൊരു വിശപ്പുണ്ടാകട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവനോട് നിങ്ങൾ അടുത്തു ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. ഒരു ദാഹത്തോടെ അടുത്ത് ചെല്ല്, ഒരു വിശപ്പോടെ അടുത്ത് ചെല്ല്. ആരും ഇന്ന് വെറുതെ ഇരിക്കരുത്, ദൈവ സന്നിധിയിലേക്ക് കയറി ചെല്ല്. അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, അവൻ വിശപ്പുള്ളവനെ എൻ്റെ ദൈവം വെറുതെ വിടുന്ന ദൈവമല്ല. വിശപ്പുള്ളവന് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് ഈ പ്രഭാതം ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ. ഇനിയാണ് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് വരുന്നത്. 4-ാം വാക്യം, 19-ന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം മോനെ. എന്നാറെ അവൻ മുൻപോട്ട് ഓടി. നമ്മൾ അവിടെ കഴിഞ്ഞ ആഴ്ച തൊട്ടു. തനിക്ക് മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കണ്ടു നിൽക്കാതെ അതിൻ്റെ മുന്നിൽ ഓടാൻ ഒരു ധൈര്യം അവനുണ്ടായി. സ്തോത്രം പറ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ നോക്കി പുറകോട്ട് പോരുമോ, അല്ലെങ്കിൽ സക്കായിയെ പോലെ പ്രതികൂലത്തെ നോക്കാതെ മുന്നോട്ട് പോകുമോ? കർത്താവിന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയാം. പ്രതിസന്ധിയെ നോക്കി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചില അത്ഭുതം നടക്കും. സ്തോത്രം. ഞാൻ ഒന്നുകൂടി പറയാം. മുൻപിലെ പ്രതിസന്ധിയെ നോക്കി പുറകോട്ട് ചവിട്ടാതെ, അവൻ അതിനെ ഒന്നും വകവെക്കാതെ മുന്നിലേക്ക് തന്നെയാണ് നിങ്ങളുടെ സ്റ്റെപ്പുകൾ വെക്കുന്നതെങ്കിൽ, പരിശുദ്ധ റൂഹ ഇന്ന് പകൽ ആത്മാവി ദൂത് പറയുന്നു, നിങ്ങൾ അത്ഭുതം കാണും, നിങ്ങൾ വിടുതൽ ദർശിക്കും. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രക്ഷ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവം പകരുമെന്ന് ആത്മാവി ഞാൻ ദൂത് പറയുക. ആമേൻ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അവൻ മുന്നോട്ട് ഓടി. അവനെ കാണേണ്ടതിന് എവിടെ കയറി? കാട്ടത്തീ കയറി. അവന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ തുടക്കം തൊട്ട് ശ്രദ്ധിക്കണം. ഇത് ഓടിച്ച് പറഞ്ഞ് വിട്ടുപോകും. അതുകൊണ്ട് ഓരോ വാക്യത്തിനകത്തും ദൂത അവിടെ പറയുന്നു, എന്നാറെ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന്. സ്തോത്രം. പലരും അവനെ കണ്ടവരെ കണ്ട് തൃപ്തരാകുകയാണ്. മനസ്സിലായോ? അവനെ കണ്ടവരെ ഞാൻ കണ്ടു, അവനെ തൊട്ടവനെ ഞാൻ തൊട്ടു എന്ന് വെച്ചാലേ, യേശുവിനെ തൊട്ടവരെ തൊട്ട് ആമേൻ ആമേൻ ഏകദേശം തൃപ്തി അടയുന്നവരുണ്ട്. പക്ഷേ സക്കായിക്ക് അതല്ല വിഷയം. യേശുവിനെ കണ്ടവരും യേശുവിനെ തൊട്ടവരും തൊട്ട് എനിക്ക് തൃപ്തി വേണ്ട, എനിക്ക് അവനെ തന്നെ കാണണം, അവനെ തന്നെ കാണണം. എന്ത് പ്രതിസന്ധി തരണം ചെയ്താലും എനിക്ക് അവനെ തന്നെ കാണണം. ആ സക്കായിയുടെ ലക്ഷ്യം നിങ്ങൾ നോക്കിക്കേ. ഇത്രയും ലക്ഷ്യമുള്ള ഒരുത്തനെ വേദപുസ്തകത്തിൽ കാണത്തില്ല. എനിക്ക് അവനെ തന്നെ കാണണം, അവനെ തന്നെ കാണണം, അവനെ തന്നെ എനിക്ക് കാണണം. മറ്റാരും എനിക്ക് കാണണ്ട. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ ആണ് എനിക്ക് കാണേണ്ടത് എന്നുള്ള ദൃഢ നിശ്ചയമുള്ള ദൈവമക്കൾ കരമുയർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് ആരെ കാണണം? പറ. എനിക്ക് അവനെ കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ട എന്നാണെന്നറിയാമോ? അവൻ സ്തോത്രം. ഞാൻ ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെ പറയുന്നേ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാ. ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ വിയർപ്പൊക്കെ തുടച്ച് ഞാൻ ഈ ടവലിട്ട സമയത്ത് ഒരുത്തൻ, ഒരു ആത്മീയ ഭ്രാന്തനായ മനുഷ്യൻ എൻ്റെ ടവൽ എടുത്തുകൊണ്ട് പോയി. ഞാൻ ഇവിടെ ചെറുപ്പക്കാരുടെ മോനെ എനിക്ക് ടവലില്ല വേറെ. എന്നോട് പറഞ്ഞു, വേണേ ടിഷ്യൂ എടുത്ത് തുടക്കാൻ, എനിക്കിത് വേണം. കാരണം ഭയങ്കര ശക്തമായ അഭിഷേകത്തിൽ ജനമിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവൻ ഈ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വേർപ്പ് തുടച്ചുകൊണ്ടിരിക്കുക. അവൻ ഇത് എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? അവൻ പറഞ്ഞ് വിചാരിച്ചത് ഞാൻ തുടച്ച വേർപ്പിനകത്ത് ഈ ടവലിനകത്ത് എന്തുണ്ട്,
അഭിഷേകമുണ്ട്. ഇതും കൊണ്ടുപോയി. ഞാൻ എൻ്റെ പൊന്നുമോനെ, ഈ തുകർത്തും ഈ ടവലും കൊണ്ട് പോയിട്ട് നിനക്കൊരു ഗുണവുമില്ല. സ്തോത്രം. യേശുവിനെ തൊട്ടവനും യേശുവിനെ പിടിച്ചവനെ ഒന്നും കണ്ടിട്ട് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല. യേശുവിനെ തന്നെ കണ്ടാലേ ഗുണമുള്ളൂ. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? മദ്ദലക്കാരി മറിയ വന്നിട്ട് പറയുന്നു, ഞാൻ വന്നത് തോട്ടക്കാരനെ കാണാനല്ല, ഞാൻ വന്നത് നസയാനക്കാരനാണ്. അവനെ കാണണം എനിക്ക്. അവനെ കാണാതെ ഞാൻ പോകത്തില്ല. ഞാൻ വന്നത് അവനെ കാണാനാണ്. ഞാൻ ഇറങ്ങി തിരിച്ചത് അവനെ കാണാൻ വേണ്ടിയാണ്. ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങിയെന്നറിയാമോ? അവനെ മാത്രം ദർശിക്കാനാണ്. എൻ്റെ അവൻ കയ്യിലുള്ള നന്മ അവന് വേണ്ടിയാണ്. ഞാൻ ഇത്രയും ഉളക്കം ഇളച്ചത് അവനെ കാണാൻ വേണ്ടിയാ. ഈ അതിരാവിലെ ഇത്രയും തണുപ്പുള്ളപ്പോൾ, ഇത്രയും ഇരുട്ടുള്ളപ്പോൾ ഞാൻ കടന്നു വന്നത് ഒറ്റ ലക്ഷ്യമാണ്, എനിക്ക് അവനെ കാണണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയട്ടെ. മദ്ദലക്കാരി മറിയയ്ക്ക് അവൻ വാതിക്കൽ ഒരുത്തം നിൽക്കുന്നു, തോട്ടക്കാരനെ പോലെ ഒരുത്തം നിൽക്കുന്നു. അവൻ പറഞ്ഞു, അവനിവിടെ ഇല്ല കേട്ടോ. അന്ന് പോട്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയില്ലേ, അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും മദ്ദലക്കാരി മറിയ നിൽക്കുക. എന്താ കൊച്ചൻ നീ നിൽക്കുന്നേ? എന്താടി പെണ്ണ് വീട്ടിൽ പോകുന്നില്ലേ? അവൾ പറയുന്നത്, അങ്ങനെ ഞാൻ പോകാൻ വന്നതല്ല. ഈ ഇരുട്ടുള്ളപ്പോ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഞാൻ കല്ലറ വാതിക്കൽ വന്നത് നസയാനെ കാണാനാണ്. അവനെ കണ്ടിട്ട് ല്ലാതെ ഞാൻ പോകത്തില്ല. ആ കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഞാൻ വന്നത് എന്റെ ദൈവത്തെ ആരാധിക്കാനാ. ഞാൻ വന്നത് അവനെ ആരാധിക്കാനാ. ഞാൻ വന്നത് അവനെ കാണാനാണ്. ആരെ കണ്ടാലും എനിക്ക് തൃപ്തിയില്ല, അവനെ കണ്ടിട്ടേ പോകൂ. Praise the Lord. Amen. സ്തോത്രം. ആമേൻ. റാന്നിക്കടുത്ത് ഒരു ലോഡിംഗ് പാപ്പച്ചൻ, ജോർജ് പാസ്റ്റർ ലോഡിംഗ് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അൺലോഡിങ്ങിൻ്റെ തൊഴിലായിരുന്നു പുള്ളി, ലോഡിംഗ് പാപ്പച്ചൻ. ആ അപ്പച്ചൻ വിശ്വാസത്തിൽ വന്നു. നല്ല ഈ കരി കിട്ടി പോലത്തെ സാധനമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോഡിംഗ് പാപ്പച്ചൻ പുള്ളിക്കാരന് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയമാണ്. പുള്ളിക്ക് തോന്നി പ്രൈം മിനിസ്റ്ററോട് സുവിശേഷം പറയണം. അപ്പോൾ കൂടെ ഉള്ള ഒരാളോട് പറഞ്ഞു, എനിക്ക് രാജീവ് ഗാന്ധിയുടെ സുവിശേഷം പറഞ്ഞു. അതിന് ഹിന്ദി അറിയാമോ? ഹിന്ദി അറിയില്ല. പിന്നെ എങ്ങനെ രാജീവ് ഗാന്ധി സുവിശേഷം പറയും? ഞാൻ പോകുകയെന്ന് പറഞ്ഞു. പുള്ളി നേരെ അവനെ കുറച്ച് കാശൊക്കെ ഒപ്പിച്ച് നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്നിറങ്ങിയിട്ട് ഈ സഭാമന്ദിരത്തിനകത്തോട്ട് പോകാനായിട്ട് ഋഷെ കയറണം. ഋഷക്കാരോട് പറയണം ഇന്നടത്ത് പോകണമെന്ന്. എന്തറിയില്ല? ഹിന്ദി അറിയില്ല. പുള്ളി ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, കർത്താവേ, ആഗ്രഹമുള്ളവന് വഴിയുണ്ടല്ലോ, ഞാനങ്ങ് പോകുക, കൂടെ ഇരുന്നേക്കണം. ഋഷക്കാരൻ വന്നു, സാർ എന്ന് പറഞ്ഞു. അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞത് മൊത്തം ഹിന്ദിയാണ്. ആ അന്യഭാഷക്കകത്ത് പറഞ്ഞ എന്നാന്നറിയാം, എന്നെ മന്ദിരത്തിന് മുമ്പിൽ കൊണ്ട് ഇറക്കാൻ. പുള്ളി കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇറക്കി. അങ്ങനെ നേരെ എന്നിട്ട് ഒരു കെട്ട ട്രാക്റ്റ്, ഒരു ഹിന്ദി ബൈബിളും ഒരു മലയാളം ബൈബിളും കൂടി കൂട്ടി ഒരു ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിൻ്റെ വാതിക്ക് ചെന്നപ്പോൾ സെക്യൂരിറ്റിക്കാരെല്ലാം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പോയില്ലേ? 3 ദിവസം അവിടെ കിടന്നു. 3 ദിവസം. കർത്താവിന് സ്വത്രം പറഞ്ഞേ. 3ാമത്തെ ദിവസം രാജീവ് എങ്ങനെ അറിഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ എന്നെ കാണാൻ മുറ്റത്ത് കിടപ്പുണ്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജീവ് മരിക്കുന്നതിന് കൃത്യം 2-3 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ആ മനുഷ്യൻ്റെ എന്നറിയാമോ? എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡ് ആ സഭാമന്ദിരത്തിലേക്ക് ഈ അഭിഷേകത്തിനെ കയറ്റി ചെന്ന് കൈ കൊടുത്തു. ബൈബിൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഈ ബൈബിൾ തരാൻ വന്നതാ, യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൊടുത്ത് താൻ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് കയറി വന്നു. ഞാൻ ആ അഭിഷേകത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിനക്കൊരു വിശപ്പുണ്ടോ? നിനക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നീ നോക്കേണ്ടത് പ്രതിസന്ധി അല്ല കുഞ്ഞേ, നീ നോക്കേണ്ടത് പ്രതികൂലമല്ല കുഞ്ഞേ. ആയിരക്കണക്കിന് നെഗറ്റീവ് കാര്യങ്ങളല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരൊറ്റ വിഷയം മതി പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് ചെയ്താൽ നിനക്ക് ചെയ്യാനുള്ള വഴി ദൈവം അവിടെ തുറന്നു തരും. എനിക്ക് ആരെ കാണണം? എനിക്ക് അവനെ കാണണം. അവനെ കാണേണ്ടതിനോടിയെന്ന്. അവനെ കാണേണ്ടതിന്
കാണേണ്ടതിന്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം കേട്ടോ. ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ ശരീരം മുഴുവൻ സോറിയാസസ് പോലെ ഇങ്ങനെ വ്രണം വന്ന് ചൊറിഞ്ഞ് പൊട്ടി, ശരീരം മുഴുവൻ ഇങ്ങനെ പരിക്കൾ വന്ന് ആ പരിക്കൾ പൊട്ടി, തല മുതൽ ചെറുവിരൽ വരെ വലിയ വ്രണങ്ങൾ വന്ന് പൊട്ടി അഴിച്ചിട്ട് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ചലം. അവസാനം ഈ ശരീരം മുഴുവൻ അങ്ങ് നീറ്റലും കടിയും ചൊറിച്ചിലുമായിട്ട് ഒന്നും പറ്റാഞ്ഞിട്ട് നേരെ തോട്ടത്തിലോട്ട് പോയി. തോട്ടത്തിൽ ചെന്നിട്ട് അവിടുത്തെ ഈ ക്യാബേജിൻ്റെ ഇല പറിച്ച് താഴെ ഇട്ടിട്ടു. എന്നിട്ട് ആ ക്യാബേജിൻ്റെ തൊണ്ട് പറിച്ച് തോട്ടത്തിലേക്ക് ഇട്ടിട്ട് ആ ക്യാബേജ് തോട്ടത്തിലെ തൊണ്ടിനകത്ത് അടുത്ത് കിടന്ന ഒരു ഓട്ട് കഷ്ണം എടുത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താൻ സ്നേഹിച്ച ഒരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, നീ ഇത് അനുഭവിക്കും. ദൈവം നിനക്ക് തന്ന ശിക്ഷയാ, ദൈവം നിന്നെ അടിച്ചതാ, ദൈവം നിന്നെ ഇങ്ങനെ കാര്യം ചെയ്തതാ. അപ്പോൾ അവിടെ കിടന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്കിഷ്ടപ്പെട്ടു, നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാം, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അവനെ കാണും. എൻ്റെ വിഷയമല്ല എനിക്ക് വലുത്, എൻ്റെ വിഷയം എനിക്ക് അവനെ കാണണം. എൻ്റെ ചുരങ്ങോ, എൻ്റെ ചൊറിച്ചിലോ, എൻ്റെ സ്കിന്നിൻ്റെ ഡിസീസിനോ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല വ്യഥകളുടെയും നടുവിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ അവനെ കാണും. എൻ്റെ ഏക പ്രത്യാശ ഞാൻ അവനെ കാണും. ഇന്ന് പകൽ എത്ര പേർക്ക് കൊതിയുണ്ട് നമ്മുടെ പ്രാണപ്രിയനെ ഞാൻ കാണും? എത്ര പേർക്ക് ആകാംക്ഷയുണ്ട് എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ അരുമനാഥനെ എൻ്റെ കണ്ണുകൊണ്ട്, അന്യ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ കരമടിച്ച ദൈവത്തിന് നന്ദി പറ. കാണണം. യേശുവിനെ കാണണം. എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ കർത്താവിനെ കാണണം. എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ എൻ്റെ കർത്താവിനെ കാണണം. എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന എൻ്റെ യേശുവിനെ കാണണം. എൻ്റെ ലക്ഷ്യം എനിക്ക് അവനെ കാണണം. ആമേൻ. നമുക്ക് ആരെ കാണണം? നമുക്ക് യേശുവിനെ കാണണം. കൺകുളിയെ കാണണം. എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ കർത്താവിനെ എനിക്ക് കെട്ടിപ്പിടിക്കണം. എനിക്ക് അവനുമായിട്ട് സഹവാസം ചെയ്യണം. അവനൊരു ഉമ്മ കൊടുക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് മകൾ? സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. മൽപ്രിയനേ എന്ന് പറഞ്ഞേ, എന്നെ സുനായകനെ എപ്പോൾ വരും? മൽപ്രിയനേ എന്നെ സുനായ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങയെ ശേഷിപ്പാ. എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങയെ ശേഷിപ്പാൻ. ചേർന്ന് പറയാമോ? യേശുവേ വാനമേ. ആ കൊതിയുള്ള എത്ര പേരുണ്ട്? യേശുവേ വാനമേ വന്നിടണേ. മധ്യേകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ. എത്ര പേർക്ക് കൊതികൊണ്ട്? എനിക്കായി മുറിവേറ്റതാ പൊന്മുഖം മുത്തുവാ. വെള്ളത്തീരാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. പഴയ പാട്ടല്ലേ? ചേർന്ന് പറ. വെള്ളത്തീരാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. വെണ്മ
വസ്ത്രം ധരിച്ചുയർത്ത യേശു സംഗമത്തിൽ ചേർന്നു നിൻ സാവീതെ വന്നു. ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല ആ കരമുയർത്തി ചേർന്ന് പറ. ഒരുങ്ങുന്നേ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. ുള്ള നിർമ്മല പ്രത്യാശയുള്ളവർ ചേർന്ന് പാട്. സൂര്യചന്ദ്ര താരങ്ങളെ ആ പളങ്ങ് നദി സ്വർഗനാട്ടിൽ ജീവവൃക്ഷത്തിൻ തണലിൽ ജീവവൃക്ഷത്തിൽ താണാലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടും. ആ കൊതിയുള്ളവർ ചേർന്ന് പറ. എൻ മാണാള എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എൻ മാണാള. നമ്മുടെ എല്ലാവരുടെയും കൊതിയാണ് ആരെ കാണണം. അന്ന് തീരും നമ്മുടെ വേദന, അന്ന് തീരും നമ്മുടെ ദുഃഖം, അന്ന് തീരും നമ്മുടെ നിരാശകൾ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഈ പ്രശ്നമൊക്കെ വരുമ്പോ പിശാചൻ നോക്കിക്കൊണ്ട് പറയണം, ഞങ്ങളുടെ അപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാം മാറും. ഞങ്ങളുടെ യേശുപ്പച്ചനെ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം മാറും, എല്ലാം മാറും, എല്ലാം മാറും, എല്ലാം മാറും, എല്ലാം മാറും. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, തമിഴ്നാട്ടിൽ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ IPC ചർച്ചിന്റെ ഒരു ലീഡറുണ്ട്, പുള്ളി ഓടി വന്ന് ദൈവദാസന്മാരെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും, എല്ലാ ദൈവദാസന്മാരെയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു കൈയില്ല, വലത് കൈയില്ല, അറ്റുപോയി, ഒറ്റ കൈയ്യേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങുന്ന ദൈവദാസന്മാരെല്ലാം സ്വീകരിക്കാൻ പുള്ളിയാ വരുന്നത്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് അയ്യാ കൊഞ്ചം ക്ഷമിക്കയ്യ, ரொம்ப നേരം കഴിഞ്ഞ് യേശു കടവുൾ ആണ്ടവൾ മധ്യകാശത്തിൽ വരുങ്കിൽ അന്ന് യേശുപ്പ എനിക്ക് കൈ തരും. അന്ന് രണ്ട് കൈ കൊണ്ട് നിങ്ങളെ ഞാൻ വണക്കം ചെയ്യും. ദൂരം മനസ്സിലായോ? അവിടെ കുറവില്ല, അവിടെ കുറവില്ല, അവിടെ കുറവില്ല, ഇവിടെ കുറവുള്ളൂ. ഇവിടെ കൈയില്ല, പക്ഷെ അവിടെ കൈയുണ്ട്. ഇവിടെ കാലിൽ, അവിടെ ചെല്ലുമ്പോൾ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ശരീരത്തിന് അംഗവൈകല്യമില്ല. ഇവിടത്തെ ദുഃഖങ്ങൾ സാരമില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം തേജസ് വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടത്തെ പാരിലെ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് സാരമില്ല. എത്ര പേര് ആത്മനിറവിൽ പറയും, ഈ പാരിലെ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് സാരമില്ല. കാരണം ഞങ്ങളുടെ നാഥനെ, ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ കണ്ടുകൊണ്ട് കാണും. സ്തോത്രം, 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 സ്തോത്രം. നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ നിങ്ങളുടെ മുഖത്തേക്ക് ആ സന്തോഷം അങ്ങ് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഈ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ വരുമ്പോൾ വലിയ മെസ്സേജ് അല്ലെങ്കിൽ വലിയ തിയോളജി കേൾക്കാനൊന്നും നിങ്ങൾ വരരുത്. ദൈവത്തെ റിലാക്സ് ചെയ്ത് ആരാധിക്കാൻ വേണ്ടി വരണം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് വേണം. അതിന് ദിവസം നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്. പക്ഷേ ഞായറാഴ്ചത്തെ ദിവസം നമ്മൾ അപ്പനെ സന്തോഷത്തോടെ ആരാധിക്കാൻ വരിക. കർത്താവിന് സ്തോത്രം പറ. എത്ര പേര് പറയും, എൻ്റെ അപ്പനെ കാണുമ്പോൾ എൻ്റെ സങ്കടം മാറും? ഒരു ആമേൻ പറ ദൈവമക്കളെ. എൻ്റെ അപ്പനെ കാണുമ്പോൾ എൻ്റെ സങ്കടം മാറും. ആമേൻ. യേശുവേ എന്തെന്ന് വിളിക്കണം? യേശു എന്തെന്ന് വിളിക്കണം? എല്ലാവരും ഒന്ന് വിളിച്ചേ. ഈ വിളി കേട്ട് ആരെങ്കിലും 10 രൂപ കൊണ്ടൊന്ന് കയ്യിലിട്ട് തരും. അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോ നമ്മുടെ ഗേറ്റിന്റെ അവിടെ വന്ന് ഇന്ന് വിളിക്കുന്ന പോലെ അമ്മാ, അങ്ങനെയല്ല. അപ്പാന്ന് വിളിക്കുമ്പോൾ ഒരു ധൈര്യമൊക്കെ വേണ്ടേ? ഒന്ന് വിളിച്ച് ഉറക്കെന്ന് വിളിച്ചേ അപ്പാന്ന് കൂപ്പിടുവേ ഉമ്മ,
ഉമ്മയപ്പാന്ന് കൂപ്പിടുതനാസൈ. കേട്ടോ? ഉമ്മയമ്മാന്ന് കൂപ്പിടുവാ എന്ന് പറഞ്ഞു. ഉമ്മയപ്പാന്ന് കൂപ്പിടുതൻ ആസൈ. ഉമ്മയമ്മാന്ന് കൂപ്പിടുവാ. ഞാൻ ഓർക്കുന്നുണ്ട്, തോളിൽ എന്നെ സുമന്തത് പാർത്ത അമ്മാന്ന് കുപ്പിടുവാ. പറയുന്നത് എന്ത് രസമാണ്. കർവിൽ എന്നെ സുമന്തത് പാർത്ത ഉമ്മയമ്മാന്ന് കുപ്പിടണം. ആറ്റിയതും തെറ്റിയതും പാർത്ത ഉമ്മയപ്പാന്ന് കൂപ്പിടുവാ. അപ്പാന്ന് കൂപ്പിടുവേ അമ്മാന്ന് കുപ്പിടുവേ. അപ്പാന്ന് കൂപ്പിടുവേ ഉമ്മയ അമ്മാന്ന് കുപ്പിടുവേ. ഉമ്മയപ്പാന്ന് കൂപ്പിടുന്ന ആസി. ഉമ്മയമ്മാന്ന് കുപ്പിടുവാ. അമ്മേ, നമുക്ക് ആരെ കാണണം? പറ. ഏത് പ്രതിസന്ധി ആണേലും എന്ത് ചെയ്യണം? യേശുവിനെ കാണണം. ഓക്കെ, യേശുവിനെ കാണാൻ വേണ്ടി സക്കായി എവിടെ കയറി? ഇന്ന് കയറി. കുറെ ദിവസമായി കയറാൻ നടക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ പുള്ളി അവിടെ കയറി. പുള്ളി സക്കായി കയറിയപ്പോ നീ ഇറങ്ങുന്നു. സക്കായി എന്ത് ചെയ്തു? മരത്തിൽ കയറി. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, സക്കായി വിളിച്ച് പറഞ്ഞിട്ടാണോ കയറിയത്? യേശുപ്പച്ചാ, ഞാൻ നിന്നെ കാണാൻ വഴിയിൽ വരുന്നുണ്ട് കേട്ടോ. ആമേൻ. ഇത്ര കിലോമീറ്റർ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ തൊട്ടടുത്തൊരു കാട്ടത്തിയുണ്ട്, അവിടെ ഞാനുണ്ടാകും കേട്ടോ. വരുമ്പോൾ ഒന്ന് നോക്കിയേക്കണേ എന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. കർത്താവിന് ടൈറ്റ് ഷെഡ്യൂളാ. ആ തിരക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് കർത്താവ് എന്ത് ചെയ്തു? എൻ്റെ ഭാവനയാണ്. ഉടനെ പത്രോസ്, ദാഹിക്കുന്നുണ്ടോ? ഇല്ല. ഉടനെ യോഹന്നാൻ മാർവിച്ചാരി കിടക്കുന്നല്ലേ, കർത്താവേ എന്തെങ്കിലും ക്ഷീണം, യാത്രയും, പിന്നെ എന്താ നിന്നെ? ഞാൻ ഈ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആരോ എന്നെ പിടിച്ചു നിർത്തി. ആഗ്രഹം യേശുവിനെ പിടിച്ചു നിർത്തും. മനസ്സിലായി? നിങ്ങളുടെ ആഗ്രഹം എത്ര തിരക്കാണേലും യേശുവിനെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യേശുവിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് യേശുവിനെ സ്റ്റെപ്പ് വെക്കാൻ അനുവദിക്കില്ല. ഈ പകൽ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പിതാവേ, നിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹമില്ലേ? ആ ആഗ്രഹത്തിന്റെ തൊട്ട് താഴെ ഇതാ യേശു നിപ്പുണ്ട്. ആ ആഗ്രഹത്തിന്റെ തൊട്ട് താഴെ എൻ്റെ യേശു നിപ്പുണ്ട്. നീ ഇറങ്ങി വന്ന് അവന് കൈ കൊടുക്കാൻ, നീ ഇറങ്ങി ചെന്ന് അവന്റെ കൈ പിടിക്കാൻ, ആ കാട്ടത്തിയുടെ തൊട്ട് താഴെ ഇതാ ഒരുവൻ നിപ്പുണ്ട്. നിന്റെ ആഗ്രഹം അറിഞ്ഞ ഒരുത്തൻ. ആഗ്രഹമുള്ളവന്റെ മുമ്പിൽ യേശു മുന്നോട്ട് പോകില്ല. ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ യേശുവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബ്രേക്ക് ഇട്ടതുപോലെ, ആരോ പിടിച്ചു നിർത്തിയിട്ടതുപോലെ, എരിഹോ മതിൽ കെട്ടി അടച്ചതുപോലെ കാട്ടത്തിയുടെ താഴെ യേശുവിനെ നിർത്തിയ ഘടകമെന്തോ അവന്റെ ആഗ്രഹം. സ്തോത്രം. ആമേൻ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. തിരക്കിട്ട യാത്രയുടെ നടുവിലും എരിഹോ മതിൽ കെട്ടി വെച്ചതുപോലെ യേശു ഇടിച്ചു നിന്നതിന്റെ കാര്യമെന്ന ഒരു പൊക്കം കുറഞ്ഞ 4 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു സക്കായിയുടെ ആഗ്രഹം. ജീസസ്. ഓ ആമേൻ. ഞാനൊരു കൊച്ചു സാക്ഷ്യം നിങ്ങളോട് പറയാം. ആ ദൈവദാസന്റെ പേര് എനിക്ക് മറന്നുപോയി. ആമൻ ഒരുപാട് ദിവസങ്ങളായി രോഗക്കിടക്കയിൽ കിടക്കുകയാണ്.
ബലഹീനമായി കിടക്കുകയാണ്. അവൻ എഴുന്നേറ്റ് പോയി അപ്പുറത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വേല നിമിത്തം ഒറ്റയ്ക്ക് ഒരു കുടിലകത്ത് താമസിക്കുകയാണ്. അവൻ അവസാനം പനി അങ്ങ് കടുത്തു, ടൈഫോയിഡായി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആ കിടക്കുമ്പോൾ ആ കുടിലകത്ത് വാതിലെല്ലാം അടച്ചു കിടക്കുകയാണ്. മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുമ്പോൾ ഒരു ദൈവദാസൻ അവൻ മറ്റൊരു വഴിയിലൂടെ അവൻ നടന്നു പോകുകയാണ്. ഏകദേശം ഈ ദൈവദാസൻ കിടക്കുന്ന വീടിന് അവിടെ എത്തിയപ്പോൾ ഈ വന്ന ദൈവദാസന് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ലൈവായിട്ട് ആരോ തന്നെ തടുത്തു നിർത്തിയിരിക്കുന്നു. ഒരു കൈ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പുള്ളിക്കാരൻ വിചാരിച്ചു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിച്ചു. ഇത് വഴിയിൽ തടുക്കുന്ന എന്ത് ശക്തിയാണ്, ശാസിച്ചു, ഫൽസിച്ചു, എന്തിനും രക്ഷയില്ല. അവസാനം ശാന്തമായി കർണപുടത്തിൽ ഒരു ശബ്ദം കേട്ടു, നീ ഇടത്തോട്ട് തിരിഞ്ഞു നോക്ക്. അവിടെ ഒരു കുടില് കണ്ടോ? ആ കുടിലിൽ എൻ്റെ അഭിഷിക്തൻ കിടപ്പുണ്ട്. ആമേൻ. ഈ മനുഷ്യൻ ഈ ശബ്ദം കേട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ കൊച്ചു കുടിൽ വാതിലടച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഈ മനുഷ്യനോട് പറയുകയാണ്, വന്ന് വാതിൽ തുറക്കാൻ ആ മനുഷ്യന് കഴിയില്ല. നീ അത് തുറക്കുക. ഈ മനുഷ്യൻ ചെന്ന് അത് തള്ളി തുറന്ന്, ഞാൻ അത് വായിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ദൈവദാസൻ ചെന്ന് ആ കതക് തള്ളി തുറന്നു. ഒരു ചെറിയ ലോക്കാണ്, അത് തട്ടി ഈ വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഈ ചെമ്മിനെല്ലാം കൂഞ്ഞിക്കിടക്കുന്ന പോലെ മരണത്തിന് വേണ്ടി അവസാനം നിമിഷം കാത്തുകിടക്കുകയാണ്. ചെന്നു ഈ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു മൂളിച്ച മാത്രം അറിയാതെ താൻ ആ മൂളിച്ചയിൽ യേശുവിന് സ്തോത്രം പറയുന്നുണ്ട്. ചെന്ന് കൈവച്ചു, പ്രാർത്ഥിച്ചു. സ്പോട്ടിൽ കർത്താവ് ഇറങ്ങി വന്നു, അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ ദൈവദാസൻ എഴുതിയ ഒരു സാക്ഷ്യമുണ്ട്. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആരോരുമില്ലാതെ മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ട് കിടന്നപ്പോൾ എനിക്കൊരു കൊച്ചാഗ്രഹം, കർത്താവേ 2 ദിവസം കൂടി അല്ലെങ്കിൽ ചില നാള് കൂടി എനിക്കൊരു ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. നിങ്ങൾക്കറിയാമോ, തമ്പുരാൻ ആ മനുഷ്യനെ എടുക്കാൻ ആഗ്രഹിച്ചിട്ടും ഒരു കൊച്ചാഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു അഭിഷിക്തന്റെ വഴി മാറ്റിവിട്ട ദൈവമാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. വിശ്വാസമുണ്ടോ? പരിശുദ്ധ ആത്മാ പറയുന്നു, ആഗ്രഹമുള്ളവന്റെ മുമ്പിലേക്ക് എൻ്റെ കർത്താവ് മറികടക്കില്ല. ഒരു കൊച്ചാഗ്രഹം നിനക്കുണ്ടോ? അവനെ കാണാൻ ഒരാഗ്രഹം, വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഭക്ഷണം കൊടുക്കാനല്ല, കാണാൻ ഒരാഗ്രഹം. ആഗ്രഹത്തിന് മുമ്പിൽ യേശുവിനെ മാതില് കെട്ടി നിർത്തിയതുപോലെ നിർത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാക്യത്തിൽ യേശു നിന്നിട്ട് അതിന്റെ 4-ാമത്തെ വാക്യം, യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. എന്ത് ചെയ്തു? മേലോട്ട് നോക്കി. ഈ മേലോട്ട് നോക്കി എന്ന വാക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് മലയാള അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിൽ ഒന്ന് അടിച്ചു നോക്കുന്നത് നല്ലതാണ്. മേലോട്ട് നോക്കി. കർത്താവ് എപ്പോഴൊക്കെ മേലോട്ട് നോക്കി അപ്പോഴൊക്കെ പിതാവിനോട് പ്രാർത്ഥിക്കാനും പിതാവിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുമാണ്. കല്ലറ വാതിക്കൽ, യേശുദാസന്റെ കല്ലറ വാതിക്കൽ വന്നിട്ട് അവൻ മേലോട്ട് നോക്കി, പിതാവേ ഇവർ നിമിത്തം ഞാൻ ഇവർ വിശ്വസിക്കേണ്ടതിന് ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ലാസറിനെ വിളിച്ചു. അപ്പം എടുത്തു, മേലോട്ട് നോക്കി വാഴ്ത്തി. പലയിടത്തും യേശു മേലോട്ട് നോക്കിയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, പക്ഷെ ഇവിടെ മേലോട്ട് നോക്കിയത് ഒരുത്തനെ ഇറക്കാൻ വേണ്ടിയാ. ഇത് മനസ്സിലായോ? യേശു പുതിയ നിയമത്തിൽ എവിടെയെല്ലാം മേലോട്ട് നോക്കിയോ അവിടെയെല്ലാം പ്രാർത്ഥിക്കാനാണ് നോക്കിയത്. യേശു ഇവിടെ മേലോട്ട് നോക്കിയത് പ്രാർത്ഥിക്കാനല്ല, ആഗ്രഹമുള്ളവനെ വിളിച്ചിറക്കാൻ, ആഗ്രഹമുള്ളവന്റെ വീട്ടിലോട്ട് പോകാൻ, ആഗ്രഹമുള്ളവന്റെ കൂടെ നടക്കാൻ, ആഗ്രഹമുള്ളവന്റെ സംഗത്വം കൂടാൻ, ആഗ്രഹമുള്ളവനെ സ്നേഹിതനാക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അനീഷ് കൊല്ലം എന്ന് പറഞ്ഞ ദൈവദാസനെ എത്ര പേർക്ക് അറിയാം? നമ്മുടെ ചർച്ച വന്നിട്ടുണ്ട്. കൈ നോക്കാമോ? അനീഷ് കൊല്ലം നമ്മുടെ യൂട്യൂബിൽ പ്രസംഗിച്ച മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്, പൊക്കം കുറഞ്ഞ്. ആ ദൈവദാസൻ മുഴുകുടിയനായിരുന്നു. കുടിയെന്ന് മാത്രമല്ല, അലമ്പ് കുടിയനാണ്. എന്ന് വെച്ചാൽ ചില കുടിയന്മാരില്ലേ, കുടിച്ച നാട്ടുകാർക്കും അങ്ങനത്തെ ഒരു കുടിയനാ. റബ്ബർ തോട്ടത്തിനകത്ത് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്നവനാ. അങ്ങനെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂട്ടുകാരുമായി കുടിച്ച് ലെഗ് കെട്ട് കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കെ എബ്രഹാം പാസ്റ്റർ പ്രസംഗിക്കുക. പുള്ളിയുടെ പ്രസംഗം എന്താണെന്നറിയാം? യേശു നിന്നെ കാണുന്നുണ്ട്.
പ്രസംഗം കുറച്ച് പകുതിയായപ്പോൾ ഈ കുടിയനായ മനുഷ്യൻ തലവൊക്കെ ഒക്കെ ഇട്ട് പറഞ്ഞു, ഇവനൊക്കെ വേറെ സൂക്കേടൊന്നുമില്ല, കിടന്ന് കീറി പൊളിക്കുക, അവൻ യേശു കാണുന്നുണ്ട്, യേശു കാണുന്നുണ്ട് എന്ന് പുള്ളി പറഞ്ഞ് തലപൊക്കിയപ്പോൾ ഏബ്രഹാം പറഞ്ഞു, സഹോദരാ നിന്നെയും യേശു കാണുന്നുണ്ട്. കാരണം രാത്രിയാണ്, പ്രസംഗം തീരാൻ പോയി 8:30 മണി 9 മണിക്ക് രാത്രിയായി. ഈ കൺവെൻഷൻ്റെ അവിടെ നിന്ന് കുറേ ദൂരത്തൊരു ഗ്രൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ പുള്ളി ചുറ്റും നോക്കി, കുടിക്കുന്നവനെല്ലാം താഴെ കുടിച്ച് കിടക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി എന്നെ കാണുന്നെന്നോ? എന്നാൽ ഈ കയ്യാലെ പോയി നോക്കാന്ന് പറഞ്ഞ് പാസ്റ്റർ വന്നിട്ട് കയ്യാലയുടെ അവിടെ ഇങ്ങനെ സ്റ്റേജിലോട്ട് നോക്കി പറഞ്ഞു, കയ്യാലയിൽ ഒളിഞ്ഞു നോക്കുന്ന സഹോദര നിന്നെ കാണുന്നു. അപ്പോൾ വിചാരിച്ചു ഞാനായിരിക്കത്തില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കയ്യാലെന്ന് കയറി അപ്പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം എന്ന് പറഞ്ഞ് പുള്ളി കയ്യാലെ പിടച്ച് കയറിയിട്ട് കയ്യാലെന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ ഏബ്രഹാം മാസ്റ്റർ മൂന്നാമത് കയ്യാലെ ചാടിക്കടന്ന സഹോദര നിന്നെ തന്നെ. പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം, പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, ഓടി സ്റ്റേജിലോട്ട് ചെന്നു. സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ ഏബ്രഹാം വിളിച്ചു പറയുന്നു, നിന്നെയാണ് യേശു കണ്ടത്, നിന്നെയാണ് യേശു കണ്ടത്. നിങ്ങൾക്ക് ദൂരം ഇന്ന് അവൻ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസിംഗിങ്ങനാ, അവൻ അനീഷ് കൊല്ലം, അവൻ റബ്ബർ തോട്ടത്തിനകത്തിരുന്നവനെ കണ്ട ഒരു ദൈവം, എവിടെയോ ഒളിച്ചിരുന്നവനെ കണ്ടൊരു ദൈവം. ഈ ദൈവത്തെ അല്ലേ ഇന്ന് പകൽ ആരാധിക്കുന്നത്? നിന്റെ വിഷയം അവൻ കാണാതിരിക്കയില്ലയോ? Hallelujah! Praise the Lord. ആമേൻ. രണ്ട് സുവിശേഷ വിരോധികളായ രണ്ട് മനുഷ്യർ എന്ന് വെച്ചാൽ ആമേൻ, ഈ നിരീശ്വരവാദികളായ രണ്ട് മനുഷ്യർ ഈ ഭാഗത്തിന് ഒരു വിവരണം കൊടുത്തു. ആ വിവരണം ഇതാണ്: യേശു അവിടെ എത്തിയപ്പോൾ മേലോട്ട് നോക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ഒരു ജോഡി ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ശരിയാ, അതൊരു യുക്തിയാ അല്ലേ? ചെരുപ്പിട്ട് ഏതായാലും മരത്തിൽ കയറാനൊക്കത്തില്ലല്ലോ. അപ്പൊ ചെരുപ്പൂരിയിട്ട് സക്കായി കയറിയെന്നാണ് അവരുടെ വാദം. അപ്പൊ രണ്ട് ജോഡി ചെരുപ്പ് കണ്ടപ്പോൾ യേശു അവിടെ നിന്നു. താഴെ ചെരുപ്പുണ്ടായപ്പോൾ പൊക്കത്താരു കയറിയെന്ന് മനസ്സിലായി. അങ്ങനെയാ യേശു മേലോട്ട് നോക്കിയത്. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇടോ എല്ലാ ചെരുപ്പേരും ലൂണാസ് എന്നുണ്ട്, പാരഗൺ എന്നുണ്ട്, ബാറ്റ എന്നുണ്ട്, ഏതെങ്കിലും ചെരുപ്പ് സക്കായി എന്നുണ്ടോ? അല്ലേ? ചെരുപ്പ് കണ്ടാണ് നോക്കിയതെങ്കിൽ ഓക്കെ. അപ്പൊ ആ ചെരുപ്പിൽ നോക്കിയപ്പോൾ പാരഗണിന്റെ ചെരുപ്പ്, വുഡ്ലാൻഡിന്റെ ചെരുപ്പ്, അല്ലെങ്കിൽ ബാറ്റയുടെ ചെരുപ്പ്. എന്നാൽ യേശു മേലോട്ട് നോക്കിയിട്ട് ചെരുപ്പെ നോക്കി അല്ല പേര് വിളിച്ചത്, ഒരൊറ്റ വിളി വിളിച്ചു. ചെരുപ്പ് കണ്ടിട്ടല്ല വിളിച്ചത്, സക്കായേ. ഞാനൊരു കാര്യം പറയട്ടെ, നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ എന്നെയും നിന്നെയും അറിഞ്ഞൊരു ദൈവം. നല്ലവണ്ണം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അമ്മയുടെ ഉദരത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിയമിക്കപ്പെട്ട നാളിൽ എന്നെ കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക, എന്റെ പേരറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം പറ. നമ്മുടെ പേരറിയാവുന്ന ഒരു ദൈവമുണ്ട്. എന്റെ അകത്ത് ചലഞ്ചാക്കിയ ഒരു വാക്യം ഞാൻ പറയാം. യേശു നിന്നിട്ട് ഒരു വിളി വിളിച്ചു, സക്കായിയേ. അപ്പൊ ഞാനിങ്ങനെ ഒരു ഭാവന പറയാം റോബിൻസേ. അപ്പൊ ഈ കൂട്ടത്തിൽ ശിഷ്യന്മാരെല്ലാം ഉണ്ടല്ലോ. ഈ പുള്ളി ആരാ? ചുങ്കക്കാരനാ അല്ലേ? ചുങ്കക്കാരനാ എന്ന് വെച്ചാൽ ടാക്സ് കളക്ടറാ, പലയിടത്തും ഇരുന്ന് ചുങ്കം പിരിപ്പിക്കുന്നവനാ. അപ്പൊ സക്കായി എന്ന് വിളിച്ചപ്പോ പുള്ളി ചാടി ഇറങ്ങുന്ന സമയത്ത് പത്രോസ് ലൂക്കോസുണ്ട് പറയാ, ഇവന്റെ പേര് സക്കായി എന്നായിരുന്നല്ലേ? അപ്പൊ യോഹന്നാൻ യൂദാട് പറയാ, ഇവന്റെ പേര് സക്കായി എന്നല്ലേ? ഇവിടെ ഇത്ര നാൾ ഈ പെരുവഴിയിൽ നിന്ന് ചുങ്കം പിരിച്ചിട്ട് ഇവന്റെ പേര് സക്കായി അന്ന് നമുക്ക് മനസ്സിലായില്ല. ഇവന്റെ പേര് സക്കായി അന്ന് യേശുവിനറിയാം. അവൻ നമ്മൾ ആരാന്ന് യേശുവിനറിയാം. നമ്മുടെ അപ്പൻ്റെ പേരെന്താന്ന് യേശുവിനറിയാം. നമ്മുടെ മുത്തച്ഛൻ്റെ പേരെന്താന്ന് യേശുവിനറിയാം. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവമക്കളെ, അവൻ ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നത് പോലെ നമ്മളെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. തനിക്കുള്ളവരെ അവൻ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് യോഹന്നാൻ 10:3 പറയുന്നു. വിശ്വാസമുണ്ടെങ്കിൽ വായിച്ചു നോക്ക്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം പറയുന്നു, തനിക്കുള്ളവരെ അവൻ പേര് ചൊല്ലി വിളിക്കുന്നു. വായിച്ചേ. അവൻ വാതിൽ കാവൽക്കാർ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. ആമേൻ. അവൻ തന്റെ ആടുകളെ അവൻ പേര് വിളിച്ച്. അപ്പൊ തന്റെ ആടുകളെ ദൈവത്തിന് എന്തറിയാം? അവന്റെ പേരറിയാം. സ്തോത്രം.
ഞാൻ ഈ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ, ശ്രദ്ധിച്ചേക്കണേ. ഈ സക്കായി പുറത്താണല്ലേ, ഓക്കെ. സക്കായി വീട്ടിൽ നിന്ന് യേശുവിനെ കാണാൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ തമ്പുരാൻ കണ്ടു. അങ്ങനെ കാണുമോ? ഈ പീലിപ്പോസിനെ അല്ലല്ലോ, നഥനിയേലിനെ ആരാ വിളിച്ചോണ്ട് വന്നേ? പീലിപ്പോസ് അല്ലേ. പീലിപ്പോസ് വിളിച്ചോണ്ട് വരികയാ. അതെ, ഒരു ഭയങ്കര സംഭവമുണ്ട്. എന്നാ, ഈ മശിക വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, നസറത്തൊന്നുമല്ല, നന്മ വരും, വന്ന് കാണാൻ പറഞ്ഞു. വന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ചമ്മലും ഒരു അങ്ങനെ നഥനിയേൽ മാറി മാറി ഇങ്ങനെ വട്ടം ചവിട്ടി വരുമ്പോൾ യേശു പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേല്. ഉടനെ ഈ നഥനിയേൽ ചോദിക്കും, നീ എന്നെ എവിടെ വെച്ച് കണ്ടു? അപ്പോൾ പറയാണ്, പീലിപ്പോസ് നിന്നെ വിളിക്കുമ്പോൾ, അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ്. അമ്മേ, അപ്പൊ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാര്യം എന്നാന്നറിയോ? നിങ്ങളെ അവൻ കണ്ടതുകൊണ്ടാ. അത്ര സന്തോഷമുണ്ടോ ദൈവമക്കളെ? നിങ്ങളെ അവൻ കണ്ടതുകൊണ്ട് എവിടെ ഇരിക്കുന്നേ? പാസ്റ്റർ കണ്ടതുകൊണ്ടല്ല, ഉപദേശി കണ്ടതുകൊണ്ടല്ല, ഏതെങ്കിലും സംഘടന കണ്ടതുകൊണ്ടല്ല. ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങൾ ഇരിക്കുന്നതെന്ന വിശ്വാസമുണ്ടോ? അവൻ ദൂരത്ത് നിന്ന് നമ്മുടെ ചിന്തകൾ ഗ്രഹിച്ചറിയുന്നവനാ ദൈവം. ആമേൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൂരത്ത് നിന്ന് നമ്മുടെ എന്താ പറയുന്നത്? അല്ല, നമ്മുടെ ഉള്ളിലെ അങ്ങനെയല്ലല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 139 സങ്കീർത്തനം 2 വാക്യം നോക്കി. 139 സങ്കീർത്തനം 2 വാക്യം. ദൂരത്ത് നിന്ന് അങ്ങനെ അതാ വേണ്ടേ. 132 അല്ലേ? അതിന്റെ 2ാമത്തെ സങ്കീർത്തനം ഇതാണ് വാക്യം. ഞാൻ 132ന്റെ 2ാം വാക്യം അല്ലേ? 139ന്റെ 2, 139ന്റെ 2 ആ വാക്യം എൻ്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതും. അപ്പൊ താൻ യേശുവിനെ കാണാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റതും, പോകാൻ വേണ്ടി എഴുന്നേറ്റതും, ഇരിക്കുന്നതും, അവൻ കാട്ടത്തിൽ കയറിയിരുന്നതും, യേശുവിനെ കാണാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റതും എല്ലാം തൻ്റെ നിരൂപണം മുഴുവൻ ദൂരത്ത് നിന്ന് കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെയാണ് സക്കായി കയറിയ മരത്തിന്റെ താഴെ വരുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് ഇവന്റെ വിഷയം അറിഞ്ഞൊരു ദൈവമാണ് നിന്നത്. നിങ്ങൾ ഇവിടെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപേ നിങ്ങളുടെ വിഷയം അറിഞ്ഞൊരു ദൈവമുണ്ട്, നിങ്ങളുടെ ഭാരം അറിഞ്ഞൊരു ദൈവമുണ്ട്. അത് വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നന്ദി പറയോ? ഞാൻ ഈ ആരാധനാലയത്തിൽ കയറി വരുന്നതിന് മുൻപ്, ഈ ആരാധനയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അല്ല ഞാൻ ഉടുപ്പ് മാറുന്നതിന് മുമ്പ്, ഞാൻ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് എന്നെ ദൂരത്ത് നിന്ന് എന്റെ നിരൂപണം അറിഞ്ഞൊരു ദൈവമാണ് എൻ്റെ ദൈവം. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ വിഷയം ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഞാനൊരു കൊച്ചു സാക്ഷ്യം പറയാം. ഇന്നെന്താണെന്നറിയില്ല, നിങ്ങളെ ഓരോ വചനത്തിലൂടെയും ദൈവ സാക്ഷ്യങ്ങളിലൂടെ ഉറപ്പിക്കുക. ഒരു ദിവസം ഞങ്ങൾ ബൈബിൾ കോളേജിൽ അവിടെ ചിങ്ങവനത്തായിരുന്ന സമയത്ത് ഈ ആശാരി ഉപദേശി വന്നിരിക്കുക. ആശാരി ഉപദേശി ബൈബിൾ കോളേജിൽ വന്നിരിക്കുക ചിങ്ങവനത്ത്. അപ്പോൾ ആശാരി വന്നിട്ട് പറഞ്ഞു, ഞാൻ തിരുവല്ലേ ഒരു 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങളെല്ലാം വരണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തമ്പിച്ചാനോട് പറഞ്ഞാൽ മതി, തമ്പിച്ചായം വിട്ടാൽ ഞങ്ങൾ വരാം. തമ്പിയോട് പറയാമെന്ന് പറഞ്ഞ് നേരെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോൾ തമ്പിച്ചാൻ അവിടെ, ഞാൻ 3 ദിവസം ചങ്ങനാശ്ശേരിയിൽ തിരുവല്ല പട്ടണത്തിൽ ഒരു മീറ്റിംഗ് വെക്കുക. അവിടെ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ബൈബിള് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് BJP-ക്കാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പ്രസംഗിക്കുക. 25,000 ആൾ കൂടി. അതിന് ഞാൻ ആ മീറ്റിങ്ങിൽ കൂടിയായിരുന്നു. ആമേൻ. ഉടനെ തമ്പിച്ചാനെടുത്ത് ചെന്നപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, ആശാരി ഇതിരിക്കട്ടെന്ന് പറഞ്ഞു 25,000 രൂപ എടുത്ത് തമ്പിച്ചാൻ എന്ത് ചെയ്തു? ആ കൺവെൻഷൻ ചോദിച്ചൊന്നുമില്ല, ഉമ്മാക്ക് കൊടുത്തു. അമ്മ ആശാരിക്ക് ഇന്നൊരു സന്തോഷമുണ്ട്, 25,000 രൂപയല്ലേ കൺവെൻഷൻ നടത്താൻ പോയല്ലേ. ആശാരി പോയ ഉടനെ തമ്പിച്ചാൻ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് വെളുപ്പിന് പ്രാർത്ഥിക്കുമ്പോൾ
എൻ്റെ മുറിക്കകത്ത് കർത്താവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ദാസൻ ആശാരി വരും, എൻ്റെ നാമത്തെ ഉയർത്താനാ, കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എടുത്തു വെച്ചതാ 25,000 രൂപ. 11 മണിക്ക് ആള് ചിങ്ങവനത്തെത്തി. ഇത് ആമേൻ ലൈവ് പോകുന്ന മീറ്റിംഗ് ആണ്. തമ്പിച്ചാനിത് കേൾക്കും. തമ്പിച്ചാൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമാ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ദൈവം എത്ര കൃത്യമായിട്ടാണ് ഇടപെടണേ. ഉടനെ തമ്പിച്ചാൻ പറഞ്ഞു, ഞാനത് അവനോട് പറഞ്ഞില്ല. അവനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് മൊത്തം വിറ്റ് കാശ് മേടിച്ചിട്ട് പോയേനെ. കർത്താവ് ഇവിടെ ഇറങ്ങി വന്നെന്നും കർത്താവ് എന്നോട് പറഞ്ഞെന്നും ഞാൻ ആശാരിയോട് പറഞ്ഞ അവൻ ഇതെല്ലാം വിപ്പിച്ച് ഈ കാശെല്ലാം കൊണ്ടുപോയി കേരളത്തിൽ കൺവെൻഷൻ പ്രസംഗിച്ച് ക്രൂസൈഡ് നടത്തിക്കളയും. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷെ കർത്താവ് വെളുപ്പിന് 4 മണിക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ദാസൻ വരും, കൊടുത്തേക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാ ഇതിവിടെ പറഞ്ഞേ? പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി. ദൈവം ചിലരോട് കൽപ്പിക്കും, നിന്റെ നിരൂപണം അറിയുന്ന, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഭാരപ്പെടരുത്. സമയമാകുമ്പോൾ കൃത്യസമയത്ത് തലമുറയെ ഓർത്ത് കരയുന്ന, തലമുറ ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട്. കരുതാൻ ഒന്നും നിനക്കില്ലെങ്കിലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഈ പ്രഭാതം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തു ദൈവത്തെ സ്തുതിച്ച്. എനിക്കറിയില്ല, എൻ്റെ അകത്ത് ഇടിവെട്ടുന്ന പോലെ ഒരു ദൈവശബ്ദം എന്നോട് കർത്താവ് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ടി വരില്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയേണ്ടി വരില്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈ നീട്ടേണ്ടി വരില്ല. പ്രതീക്ഷ വെച്ച സ്നേഹിതർ അകന്നു പോയാലും, കാക്കയുടെ വരവ് നിന്ന് പോയാലും, നിന്നെ കൊണ്ടുവന്ന് കിടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് അത്ഭുതം ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. ഒരു 10 പ്രാവശ്യം ആമേൻ പറ. അതങ്ങനെ തന്നെയാണ്. എൻ്റെ നിരൂപണം അറിയുന്നു, എൻ്റെ ആവശ്യം അറിയുന്നു, എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഭാരപ്പെടരുത്, ഭാരപ്പെടരുത്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതോ ദൂരത്തിൽ നിന്ന് അറിയുന്ന ഒരു ദൈവത്തെയാ ഈ പ്രഭാതം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അവൻ കേറുന്നതിന് മുൻപേ, അവൻ വീട്ടിൽ നിന്നും യേശുവിനെ കാണാൻ ഇറങ്ങുന്നതിന് മുൻപേ, യേശുവിനെ കാണണമെന്നൊരാഗ്രഹം പോലും അവൻ്റെ അകത്തുണ്ടാകുന്നതിന് മുൻപേ അവൻ കർത്താവ് അവനെ കണ്ടു എന്നതല്ലേ സത്യം? എൻ്റെ കർത്താവേ, അങ്ങ് എത്ര നല്ലവനാ. ഒരു ദിവസേ താടിക്കും കൈയും കൊടുത്ത് പത്രോസ് വീട്ടിൽ ഇരിക്കുക. പള്ളി കണ്ടില്ല. ചരിത്രം അതാ, വായിച്ചു വരുമ്പോൾ അറിയാം. പള്ളിയിൽ ചെന്നപ്പോൾ യേശു ആരെ കണ്ടില്ല? പത്രോസിനെ കണ്ടില്ല. എന്നാൽ പോയത് പോട്ടെന്ന് പറഞ്ഞ് യേശു നിന്നില്ല. നേരെ പത്രോസിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ താടിക്ക് കൈ കൊടുത്തിരിക്കുക. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, എന്താ വിഷയം? എന്നാ? കർത്താവേ, അതെ, പണ്ടൊരു ലോൺ എടുത്തായിരുന്നു IRDP-ന്ന്, വള്ളത്തിനും വലക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പം IRDP ലോൺ എടുത്തു. എന്തിന്? വള്ളത്തിനും വലക്കും. ഗഡുവ് ഒത്തിരി മുടങ്ങി, അടക്കാനൊട്ട് പൈസയും ഇല്ല. വീടിന് ലോണും എടുത്തു, ലോണും അടച്ചിട്ടില്ല. ഇപ്പം കരം കൊടുക്കാനായിട്ട് പൈസയും ഇല്ല. ആകപ്പാടെ കറങ്ങി നിൽക്കുക. പള്ളി വരണമെന്നുണ്ട്, പക്ഷെ ഈ കടവൊക്കെ അങ്ങ് തലക്ക് കയറിയിട്ട് അവിടെ വന്നിരുന്ന് എങ്ങനെ ആരാധിക്കാനാ? പ്രസനമാ കർത്താവേ. കർത്താവ് ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, പഴയ ചൂണ്ട വല്ലതും 3.5 വർഷമായിട്ട് ചൂണ്ടയിടാത്ത പന്ന ചൂണ്ട
സ്വതന്ത്രം പറഞ്ഞ് ഈ ചൂണ്ടയിടുന്നവർക്ക് അറിയാൻ പറ്റും. 3 മാസമൊക്കെ ചൂണ്ട ഇങ്ങനെ മടക്കി കൂട്ടി കെട്ടി പുകയത്ത് വെച്ചാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ നന്തം പിടിച്ചാലും ചൂണ്ട പൊട്ടും. കാരണം ആ പരുവത്തിരിക്കുക. കാരണം വലയും പടവുമൊക്കെ വിട്ടിട്ട പണ്ട് യേശുവിൻ്റെ പുറകെ വന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു ചൂണ്ടയുണ്ടോ? അതുകൊണ്ട് പഴയതാ കർത്താവേ, കുഴപ്പമില്ല, എടുക്കാൻ പറഞ്ഞു. പോകാൻ നേരത്തെ കർത്താവ് പറഞ്ഞു അന്നിക്ക് ആദ്യം ഒരു മീൻ കിട്ടും, അതിനകത്തൊരു ചതുധർമ്മ പണം ഉണ്ടാവും, അതെടുത്തേക്കണം. അതെടുത്തിട്ട് നിനക്കും കൊടുക്ക്, എനിക്കും കൊടുക്ക്. ആ കർത്താവ് കൊള്ളാലോ. ഞാൻ ഓർത്ത ഞാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ കർത്താവും കൊടുത്തിട്ടില്ല. നിനക്കൊരു കമ്പനി ഇരിക്കട്ടെ. കാരണം നിന്റെ ഭാരം എൻ്റെ ഭാരമാന്നേ, നിന്റെ വിഷയം എൻ്റെ വിഷയമാന്നേ, ആമൻ നിന്റെ വിഷയങ്ങൾ എൻ്റെ വിഷയമാന്നേ. ആമൻ നീ മാത്രം കൊടുത്താൽ, ആമൻ നീ മാത്രം കൊടുത്തിട്ടില്ലെന്നറിയുമ്പോ അതൊരു പ്രശ്നമല്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഈ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? എനിക്കൊരു വേദനയുണ്ട്, മറ്റൊരാൾക്കൊരു വേദന ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നെ ചുമ്മാ വന്നതാ. വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ വന്നേ? ഞാൻ പറഞ്ഞു, പുള്ളി എന്ത് പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ട് അത്ര സുഖം ഇല്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? ഹൈ ഷുഗർ. ഞാൻ ചോദിച്ചപ്പോൾ എത്രയുണ്ട്? 500 എത്രയുണ്ട്? 500. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ തോന്നും പുള്ളിയെ. അതുപോലെയാണ് പുള്ളി പറയുന്നത്, 500. ഞാൻ പറഞ്ഞു എനിക്കും ഷുഗറുണ്ട്. എത്രയുണ്ട്? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 300 അടുത്തുണ്ട്. പുള്ളി അങ്ങ് ആത്മാവിലായി. കുഴപ്പമില്ല പാസ്റ്റേ, നമ്മുടെ കർത്താവിന് 300. പ്രാർത്ഥിക്കാൻ വന്ന പുള്ളി പ്രാർത്ഥിച്ചു പോലും ഇല്ല, ഇറങ്ങിപ്പോയി. എന്നാ കാര്യം എന്നറിയോ? എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഈ കടമുള്ള ഒരാളോട് വരുമ്പോൾ എനിക്കും ഉണ്ട് കടമെന്ന് പറഞ്ഞ് പുള്ളി പറയും അടിപൊളി, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. പുള്ളി നമ്മുടെ പ്രാർത്ഥന വിഷയം ചെയ്യും. ഈ മൊത്തം പുള്ളി കറങ്ങി നിൽക്കുക. പക്ഷെ പുള്ളി പറയും ധൈര്യമായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. പുള്ളിയുടെ ഭാരം എന്ത് ചെയ്യും? ഇതൊരു സൈക്കോളജി. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, എനിക്കിത് മനസ്സിലായി. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പറയും എനിക്കുണ്ട്, ഒന്ന് പറഞ്ഞു നോക്ക്, പുള്ളി 100 ഡിഗ്രിയിലാവും. പത്രോസിനോട് കർത്താവ് പറയാം നിനക്ക് കൊടുക്ക്, എന്നെ കൂടി കൊടുക്ക്. ആ കൊള്ളാം. നേരെ ഈ ചൂണ്ടയും കൊണ്ട് എന്നിട്ട് ഇടുക. എത്ര മണിക്കൂർ ഇരിക്കണം കർത്താവ്? അങ്ങനെയൊന്നും വേണ്ട, കർത്താവ് കൽപ്പിച്ച ഒരു ഒറ്റ സെക്കൻഡ് മതി. ഒരു അല്ലെലിയോ അവേ ചൂണ്ടയിട്ടു സ്വതന്ത്രം 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 പറഞ്ഞിരിക്കുമ്പോ ഒരു സംശയം, ഇത് കർത്താവ് കൽപ്പിച്ചതാണോ അല്ലെങ്കിൽ കറിയാച്ചൻ കൽപ്പിച്ചതാണോ? എന്തായാലും വലിച്ചിട്ട ഉടനെ പത്രോസ് നോക്കിയെന്നാന്നറിയാമോ? വായങ്ങ് നോക്കിയപ്പോൾ അകത്തുണ്ട്. അതെടുത്ത് നോക്കി, കൃത്യമാണ്. മേലെഴുത്തും സ്വരൂപവും എല്ലാം കൃത്യം. പണ്ട് പറഞ്ഞ പോലെ കള്ളപ്പണമല്ല, കൃത്യമായത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ എന്ന് ചോദിച്ചോട്ടെ, എവിടെയോ കടലിനകത്തുകൂടി ആഴത്തിൽ കൂടി പോയ മീനിൻ്റെ അകത്ത് ചതുദ്രമ പണം കണ്ട ദൈവമല്ലേ നമ്മുടെ ദൈവം? നമ്മുടെ കൊച്ചു വിഷയം അവൻ കാണാതിരിക്കുമോ? നമ്മുടെ ചെറിയ വിഷയം അവൻ ദർശിക്കാതിരിക്കുമോ? അവൻ ബൈബിളിലൊരു വാക്യമുണ്ട്, എബ്രായ ലേഖനം 4:13 അല്ലേ? എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാ തോന്നുന്നു. ഒന്നെടുത്തേ മോനെ. അത് തന്നെ. ഒരു സൃഷ്ടിയുമില്ല, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ മെസ്സേജിനില്ലാത്ത വചനം കർത്താവ് കേട്ടി തരുമ്പോൾ നിങ്ങൾ കുറിച്ച് വെച്ചേക്കണം കേട്ടോ. അത് പിന്നെ ചോദിച്ചാൽ എനിക്ക് കിട്ടില്ല. അതിങ്ങനെ ഈ ശുശ്രൂഷ കിടക്ക് ദൈവാത്മാവ് ഇടപെടുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, ഒരു മീനുമില്ല, ഒരു സക്കായിയുമില്ല,
ഒരു മനുഷ്യനുമില്ല. അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല ദൈവമക്കളെ. അവൻ നല്ലൊരു ആമേൻ പറ. എന്റെ ദൈവത്തിന്റെ കൺമുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. കാരണം അവൻ സൃഷ്ടാവല്ലേ, അവനല്ലേ സൃഷ്ടിച്ചത്, അവനല്ലേ സകലത്തിന്റെയും നാഥൻ, അവൻ സകലത്തെ ഉടയവൻ അവനല്ലേ, അവനല്ലേ പേര് ചൊല്ലി വിളിച്ചത്, അവനല്ലേ വാക്കുകൊണ്ട് കൽപ്പിച്ചത്, അവനല്ലേ മൂക്കിൽ ജീവശ്വാസം ഊതിയത്, സകലത്തിനും ഭംഗി വരുത്തിയത്, സകലത്തിനും മെനഞ്ഞെടുത്തത് അവനല്ലയോ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇത്രയും ബോധ്യമായി അറിയുന്ന ആദാമും ഹവയും കൂടി പോയാ എന്ത് ചെയ്തത്? അത്തിയുടെ ഇടയിൽ പോയി മറഞ്ഞത്. ഓക്കെ, അത് വിട്ടേര്. അടുത്ത വാക്യം, അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവന്റെ കണ്ണിന് നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞത് വല്ലതും കിടപ്പുണ്ടോ? ഉണ്ടോ? സൺഡേ സ്കൂളിൽ പണ്ട് ഇവിടെ നമ്മുടെ ആദ്യത്തെ സൺഡേ സ്കൂളിൽ ഒരു പുറത്തുനിന്നൊരു പുള്ളി വന്നിട്ട് സൺഡേ സ്കൂൾ പിള്ളേർക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു. പിള്ളേർ എത്ര പേര് ഓർത്തിരിപ്പുണ്ടെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ അകത്ത് നിന്നും പോയിട്ടില്ല. നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അന്ന് പഴയ ചർച്ചിൽ വെച്ച് ഒരു ദൈവദാസം വന്ന് സൺഡേ സ്കൂൾ കുട്ടികൾക്കൊരു കഥ പറഞ്ഞു. കഥ എന്താണെന്നറിയാമോ? കാണുന്നൊരു കർത്താവുണ്ട്. അതായിരുന്നു ടോപ്പിക്ക്. പുള്ളി പറഞ്ഞു, ഒരു അമ്മ 3 മക്കളെ വിളിച്ചു. പിള്ളേരെല്ലാം കേൾക്കണം കേട്ടോ. 3 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, 3 പേർക്കും അപ്പം കൊടുത്തു. അപ്പം കൊടുത്തിട്ട് പറഞ്ഞു, ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറഞ്ഞു? കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുത്തൻ എന്ത് ചെയ്തു? തട്ടിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് ആരും കാണാതെ കഴിച്ചു. രണ്ടാമത്തവൻ എന്ത് ചെയ്യാന്നറിയാമോ? വെള്ളത്തിൽ പോയി മുങ്ങാങ്കുഴി ഇട്ടിട്ട് വെള്ളത്തിന് അടിയിരുന്ന് എന്ത് ചെയ്തു? അപ്പം കഴിച്ചു. മൂന്നാമത്തവൻ തട്ടിൻ്റെ മണ്ടയിൽ കയറി കഴിച്ചില്ല. വെള്ളത്തിന് അവിടെ വന്നു, കഴിച്ചില്ല. കാട്ടിപ്പോയി, കഴിച്ചില്ല. അമ്മ ഒരു സമയം കൊടുത്തിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോൾ ഇവൻ മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട്, മോനെ നീ കഴിച്ചില്ലേ? കഴിച്ചില്ല. മറ്റവരുണ്ട്, ഒരാൾ ഞാൻ വെള്ളത്തിനടിയിൽ പോയി കഴിച്ചു. ഒരാൾ പറഞ്ഞു ഞാൻ തട്ടിൻ്റെ മണ്ടിൽ നിന്ന് കഴിച്ചു. അവിടെ ആരും ഇല്ലായിരുന്നേ, ആരും ഇല്ലായിരുന്നു. പിന്നെ നീ എന്നാടാ കഴിക്കാഞ്ഞേ? ഞാനേ ഇവർ പോയിടത്തെല്ലാം ഞാനും പോയി. അപ്പം വായിലോട്ട് വെക്കാൻ നേരത്തെ ആരോ പറയുന്നു, നിന്നാരോ കാണുന്നുണ്ട്, നിന്നാരോ കാണുന്നുണ്ട്. ഞാൻ അവിടുന്ന് കാട്ടിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ശബ്ദം, നിന്നെ കാണുന്ന ഒരാളുണ്ട്. അവിടുന്ന് വീട്ടിൽ വന്നു, ഒരു ശബ്ദം, ആരും നിന്നെ കാണുന്നുണ്ട്. ദൈവമക്കളെ, നമ്മെ കാണാത്ത ഒരു സ്ഥലവും ഇല്ല കേട്ടോ. ആമേൻ. ഇത് ദൂത് കുറിച്ചു വെച്ചോ. അവൻ നമ്മെ എവിടെ പോയി ഒളിച്ചാലും, നദി സമുദ്രത്തിൻ്റെ അടിത്തട്ടിപ്പോയി നാം കിടക്ക വിരിച്ചാലും ദൈവം അവിടെ കാണും. കുഞ്ഞുങ്ങളെ, നിങ്ങളോടെല്ലാം എനിക്കൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ. മാതാപിതാക്കൾ കാണില്ല, സഹോദരങ്ങൾ കാണില്ല, ദൈവദാസനും കാണില്ല, പക്ഷെ നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ട്. നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ ദൈവമക്കളെ? നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ട് കുഞ്ഞെ. നിന്റെ ഗമനവും ആഗമനവും അറിയുന്നൊരു കണ്ണുണ്ട്. ഞാൻ ഒരു തെളിവ് കൂടി തന്നിട്ട് എൻ്റെ ആ വിഷയത്തിനകത്തൊന്ന് ഞാൻ മാറാം. ഒരിക്കലേ ഈ ഏലീശയും ഗേഹസിയും, ഏലീശയുടെ ശിഷ്യനാണ് ഗേഹസി. കൂടാരത്തിനകത്ത് 24 മണിക്കൂറും പ്രാർത്ഥന നിരതനായിരിക്കുന്ന ഏലീശയുടെ അടുക്കൽ നയമാൻ, അരാം സൈന്യത്തിലെ സേനാധിപതി, പുള്ളിക്ക് കുഷ്ഠമാണ്. ചീട്ടും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് ഉടുപ്പ് കീറി, ഞാൻ സൗഖ്യമാക്കാൻ ദൈവമാണോ? ഇല്ല, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്ത് ചെല്ല്. അങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് വന്നിരിക്കുക സൗഖ്യമാകാൻ. പ്രവാചകൻ പറഞ്ഞു, അകത്തിരുന്നുണ്ട്. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയിട്ട് വാ, സൗഖ്യമാകും. ഉടനെ നഹമാൻ പറഞ്ഞു, പിന്നെ അവിടെ അഭാനയും പർപ്പരും പോലത്തെ ശുദ്ധമായ നല്ല നദി ഉള്ളപ്പോൾ ഈ ഉണങ്ങി വലിഞ്ഞ് കലങ്ങി മറിയുന്ന യോർദാനിൽ എന്തിന് ഞാൻ മുങ്ങണം? കൂടെ ഉള്ളവർ പറഞ്ഞു, യജമാനനെ, വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, ഒന്നും മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, എന്നാ മുങ്ങിക്കാന്ന് കരുതി പോയി മുങ്ങി. 7ാമത്തെ പ്രാവശ്യം ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ സൗഖ്യമായി. ഉടനെ തിരിച്ചു വന്നിട്ട് നയമാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു കഴുതയുടെ ചുമട് മുഴുവൻ വെള്ളി, മറ്റൊരു കഴുതയുടെ ചുമട് മുഴുവൻ സ്വർണം, മറ്റൊരു കഴുതയുടെ ചുമട് മുഴുവൻ വിലയേറിയ വസ്ത്രം, ഇതെല്ലാം പ്രവാചകന് കാഴ്ചവെച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വേണ്ട, ദാനമായി കിട്ടിയത് ദാനമായി തന്നു, പൊക്കോളാൻ പറഞ്ഞു. മേടിച്ചില്ല. അപ്പോൾ ഈ തൊട്ട് ബാക്കിൽ ഈ ഗേഹസി ശിഷ്യൻ ഇതെല്ലാം കണ്ടു. എല്ലാം അടിപൊളി സാധനമാണ്. എല്ലാം ഇന്ത്യൻ അല്ല, എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്.
എല്ലാം വിലപിടിപ്പുള്ളതാ. കണ്ണു മഞ്ഞളിച്ചു, പുള്ളി പോയി. ഒടുവെ മറുവഴി ചെന്ന് നയമാനെ തടുത്തിട്ട് പറഞ്ഞു, സാർ സോറി, എന്നാ പറ്റി? സാറ് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, കൊടുക്കാനൊന്നുമില്ല, അതിനകത്തുനിന്ന് 2 ജോഡി ഡ്രസ്സ് തരാമോ? നയമാൻ സൗഖ്യമായതിന് ഇവിടുന്ന് മണ്ണും കൊണ്ട് പോയ ഒരല്ലെന്ന് പറഞ്ഞ്. അപ്പോളാ മണ്ണും കൊണ്ട് പോണവൻ്റെ അടുത്ത് സ്വർണത്തിന് എന്നിരിക്കുന്നു, എല്ലാം കൊടുത്തു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഉപദേശിക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. ഒരല്ലലി എന്ന് പറഞ്ഞ്, ഒരല്ലലി എന്ന് പറഞ്ഞേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒരല്ലലി എന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഗേഹസി ഇത് എടുത്തതെന്നറിയാമോ? ഗേഹസി ഇത് എടുത്തതെന്താണെന്നറിയാമോ? അറിയില്ലേ? എടുത്തെന്നറിയാമോ? എന്നാൽ കേട്ടോ, കുറിച്ച് വെച്ചേക്കണം. ഈ 4-ാം അധ്യായത്തിൽ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ കടം കയറി മുടിഞ്ഞിട്ട് ആരടുത്ത് വരുന്നുണ്ട്? പ്രവാചകൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവൾ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോവ അവൻ മരിച്ചുപോയി, ഇപ്പൊ കടക്കാര്. അപ്പൊ ഭക്തൻ ദൈവത്തെ സേവിച്ചിട്ടും ഭക്തൻ മരിച്ചപ്പോൾ വീട്ടിലെന്തായിരുന്നു? കടം. 2-ാമത്തെ ശിഷ്യനാ ഗേഹസി. ഗേഹസി പറഞ്ഞു, അങ്ങനെ വേണ്ട, ഞാൻ ചത്താലേ എൻ്റെ പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളും ഈ പ്രവാചകൻ്റെ വീട്ടിൽ കിടന്ന് നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടിയത് കഴുകിക്കളഞ്ഞില്ല, മേടിച്ചുകൊണ്ടെന്ന് കുഴിച്ചിട്ടു. ഇപ്പൊ തൂത് മനസ്സിലായില്ലേ? ഇതാ കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഒന്നും അറിയാതെ വീടിന്റെ വാതിക്കൽ വന്ന് സ്തോത്രം ഗ്ലോറി പറഞ്ഞു കിടക്കുമ്പോൾ അകത്തുനിന്നൊരു വിളി, ഗേഹസിയേ. എന്തോ? എവിടെയായിരുന്നു? ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഗ്ലോറിയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കായിരുന്നു. ഏലീശ അടുത്ത മറുപടി കേൾക്കണോ? ഗേഹസി, സ്വർണവും വെള്ളിയും പൊന്നുമൊക്കെ നേടേണ്ട സമയം ഇതാണോ? നീ നയമാന്റെ കൂടെ പുറകെ പോകുമ്പോൾ, അടുത്ത വാക്യം കേൾക്കണോ? നീ നയമാന്റെ പുറകെ പോകുമ്പോൾ എൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓ, ഇത് വായിക്കുമ്പോണ്ടല്ലോ നമ്മുടെ അകം ഞെട്ടും ദൈവമക്കളെ, നമ്മുടെ ശരീരം വിറക്കും. ഏലീശ പറയുക, നീ പോയപ്പോൾ എൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സെക്കൻഡിൽ ഗേഹസി നോക്കുമ്പോൾ കൈ മുഴുവൻ ആ നയമാന്റെ കുഷ്ഠം, തല മുതൽ പാദം വരെ. ഭയപ്പെട്ടു പോകുന്നൊരു കാര്യമുണ്ട്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും അലർന്ന് കിടക്കുന്നു. നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഇത് മറക്കല്ലേ കേട്ടോ, ഇത് മറക്കല്ലേ. ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, ഉപദേശിയെ, ദൈവദാസന്മാരെ എല്ലാവരെയും കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല, ഇതിവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് നിർത്തുന്നത് നമ്മളെ കാണുന്നൊരു ദൈവം. കരമുയർച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. സക്കായിയെ വേഗത്തിൽ വേഗത്തിൽ കാണുന്നവൻ വിളിക്കും, കാണുന്നവൻ കൂടെ കൂട്ടും, കാണുന്നവൻ വീട്ടിൽ വരും, കാണുന്നവൻ ഒരു നന്മ തരും, കാണുന്നവൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റാരും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ദൈവം പകരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തുവേശുവിൽ ഊവ് എന്നും ഇല്ല എന്നുമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വേഗത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അവൻ 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ആ വാഗ്ദത്തത്തിന്മേൽ എത്ര പേര് ആമേൻ പറയും? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എത്ര വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും സകല വാഗ്ദത്തങ്ങളുടെ മേലും എത്ര പേര് ആമേൻ പറയും? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ? നമ്മുടെ സഭയെ കുറിച്ചൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടോ? അവൻ വിശ്വസിച്ച് ആ കരമടിച്ചോണ്ടെന്ന് പറഞ്ഞേ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്, ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ. വിശ്വാസത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ
വിടുതൽ നൽകും വചനങ്ങൾക്ക്, ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്, വിടുതൽ നൽകും വചനങ്ങൾക്ക് വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ വിശ്വാസത്തോടെ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹമാവകാശം കർത്തന്റെ മൊഴികൾക്ക്. ആകാശം മാറിയാൽ ഭൂമിയും നീങ്ങിലും തൻ വചനം നീങ്ങില്ല. ഞാൻ അനുഗ്രഹമാവകാശം കർത്തന്റെ മൊഴികൾക്ക്. ആകാശം മാറിയാൽ ഭൂമിയും നീങ്ങിലും തൻ വചനം നീങ്ങില്ല. വചനങ്ങൾക്ക് ദൈവം നൽകും വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വസിക്കുന്നോ അടയാളം ചെയ്തിടും യേശുവിൻ നാമത്തിൽ. ഭൂതത്തെ മാറ്റും, ഭൂതത്തെ ഭൂതത്താക്കും, പുതുഭാഷ ചൊല്ലിടും. വിശ്വസിക്കുന്നോ അടയാളം ചെയ്തിടും. ഭൂതത്തെ മാറ്റും, ഭൂതത്തെ ഭൂതത്താക്കും, പുതുഭാഷ ചൊല്ലിടും. ദൈവം നൽകും വിടുതൽ നൽകും, ദൈവം നൽകും വിടുതൽ നൽകും വചനങ്ങൾ. വിശ്വാസത്തോടാമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വാസത്തോടാമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ലോകത്തെ നേടും. ആമേൻ അന്ത്യം വരെ ഞാൻ കൂടെ ഇരിക്കും യേശുവിൻ വചനത്തിൽ. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ലോകത്തെ നേടും. അന്ത്യം വരെ ഞാൻ കൂടെ ഇരിക്കാം യേശുവിൻ വചനത്തിൽ. ദൈവം നൽകും വിടുതൽ നൽകും വചനങ്ങൾ. ഓ ദൈവം നൽകും വിടുതൽ നൽകും വചനങ്ങൾ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. ആമേൻ വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. ആമേൻ വിടുതൽ നൽകും വചനങ്ങൾക്ക്. ആമേൻ വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ഒന്ന് പറ. വിശ്വാസത്താൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. എല്ലാറ്റിനും ആമേൻ പറഞ്ഞ്
പ്രാർത്ഥനയോടെ കടന്നു പോകുക. സ്വർഗീയ പിതാവേ, നിന്റെ ജനത്തെ ഒരു പ്രാവശ്യം കൂടി പിതാവ് പുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണം. കർത്താവ്